ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഓർക്കിഡാണ്. എല്ലാവരും വീടുകളിലും സാധാരണ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള പൂവുണ്ടാകുന്ന ഓർക്കിഡാണ് കേട്ടോ. എൻ്റെ ഓർക്കിഡ് പെട്ടെന്ന് ഇതിൻ്റെ വെച്ച് കൊടുത്തിട്ടുള്ളത് കമ്പ് ദ്രവിച്ച് പോയി എന്തോ ഉണ്ടായി. അപ്പോൾ അത് മൊത്തത്തിൽ താഴോട്ട് വീഴുകയും വീടിൻ്റെ തറയിലോട്ട് ഇതിൻ്റെ വേര് പിടിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ഇലയൊക്കെ കുറേയൊക്കെ ഡാമേജായി പോയി കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു വലിയ ബക്കറ്റ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ബക്കറ്റ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ ഇത് സാധാരണ ചിലർ ഇതിൻ്റെ പുതിയ പുതിയ ശിഖരങ്ങൾ ഇങ്ങനെ വേര് വരുമ്പോൾ അത് മാറ്റി വേറെ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കുറേ ഓർക്കിഡുകൾ ഇങ്ങനെ ആക്കിയെടുക്കും. നമുക്ക് സ്ഥലം കുറവുള്ളവർക്ക് അതങ്ങനെ ഒത്തിരി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പിന്നെ അതല്ല, ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് നമ്മൾ കെട്ടി കൊടുത്താൽ മതി. മുകളിലോട്ട് ഇതിങ്ങനെ ഇങ്ങനെ വളരുന്നൊരു സമയത്ത് ഇത് പൂ ഉണ്ടാകുന്ന ആ ഒരു സമയം വരുമ്പോൾ പല ശിഖരങ്ങളിൽ നിന്ന് ഇതിങ്ങനെ ഒരുപോലെ പൂ ഉണ്ടായി ഇങ്ങനെ താഴോട്ട് ഈ പൂക്കൾ ഒരു 5-6 എണ്ണത്തിൽ നിന്നൊക്കെ ഒരുപോലെ ഇങ്ങനെ തൂങ്ങി. 5-6 ചില സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇത് വലുതായിരുന്ന സമയത്തൊക്കെ ഇതിൽ നിന്ന് ഒരു 5-8 എണ്ണമൊക്കെ ഒരുപോലെ ഇങ്ങനെ താഴോട്ട് കൊല പോലെ ഇങ്ങനെ പൂ ഉണ്ടായി നിൽക്കും. നല്ല ഭംഗിയാണ് ആ സമയത്ത് കാണാൻ. അതുകൊണ്ട് ഞാനത് കൂടുതലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ബക്കറ്റ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് വെക്കുന്ന ഈ കമ്പ് എടുത്തിട്ടുണ്ട്. ഈ കമ്പിൻ്റെ കൂടെ ഈ 2 സൈഡിലോട്ടും ഇങ്ങനെ പോകുന്ന ഒരു കമ്പാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു വലിയൊരു കമ്പ്, നല്ല ഹൈറ്റുള്ള കമ്പാണ് കേട്ടോ വെക്കുന്നത്. കാരണം അത്രയും ഹൈറ്റിൽ നമുക്ക് നമ്മുടെ ഈ ഓർക്കിഡിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ആ കമ്പുണ്ട്. ഇനി നമുക്ക് പിന്നെ ഈ ചെറിയ കമ്പിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് കയറൊക്കെ വലിച്ചു കെട്ടി നമുക്കിതിനെ വളർത്തിക്കൊണ്ട് പോകാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ ഇത് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നല്ലപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കൂടയിലിട്ട് നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. കാരണം വെള്ളം കുറേ കെട്ടിക്കിടന്നിട്ട് ദ്രവിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ പിന്നെ അത് ഓട് നല്ലപോലെ പൊട്ടിച്ചെടുത്തിട്ട് അത് ഇട്ടിട്ടാണ് ഞാൻ ഈ കമ്പിനെ ഉറപ്പിച്ച് ഈ ബക്കറ്റിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ചെയ്യുന്ന പോട്ടി മിക്സാണ് ഈ ഓർക്കിഡിന് വേണ്ടിയിട്ട്. അത് മണലെടുക്കും, ചാണകപ്പൊടി, മുട്ടത്തോട് പൊടിച്ചത് അതുണ്ടാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കരിയുടെ കട്ടകൾ, പിന്നെ നമ്മുടെ ഇഷ്ടികയുടെ കട്ടകൾ, പിന്നെ തൊണ്ട് ചെറുതാക്കി വെട്ടിയരിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഓർക്കിഡിനെ ഉറപ്പിക്കണം. അതിന് വേണ്ടി ഞാൻ ഓർക്കിഡ് എടുത്തിട്ടുണ്ട്. ഓർക്കിഡ് നമുക്ക് അത് 2 ഭാഗമാക്കി എടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ നമുക്കിതിനെ ഒന്ന് ആദ്യം കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അത് ഉറച്ച് നിന്നോളും. കാരണം കമ്പ് അതിനകത്തുള്ളത് കൊണ്ട് അതവിടെ പിടിച്ച് നിന്നോളും. ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ കമ്പിലൊക്കെ ഒന്ന് കെട്ടി ഇതിനെ വൃത്തിയാക്കി നമുക്കിതാ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പോട്ടി മിക്സ് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ വിചാരിക്കും ഓർക്കിഡിന് കരിയും ഇതെല്ലാം മതിയല്ലേ എന്ന് ഓർക്കും. ഒരു കുഴപ്പമില്ല, ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണലൊക്കെ താഴോട്ട് ഇങ്ങനെ പോവും. ഇതിൻ്റെ വളമൊക്കെ അത് ആവശ്യത്തിനുള്ളത് എടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ വിറകിൽ നിന്ന് കിട്ടുന്ന കരി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ബക്കറ്റിൻ്റെ ഒരു 2-3 ഇഞ്ച് താഴെ വരെ നമുക്ക് എപ്പോഴും നമുക്ക് കരിക്കട്ട അല്ലെങ്കിൽ ഇഷ്ടികയുടെ കട്ട ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പച്ചച്ചാണകം ഉണ്ടെങ്കിൽ നല്ലപോലെ നേർപ്പിച്ചിട്ട് ഞാൻ ആ വെള്ളം ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ച് മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സൈഡ് വഴിയൊക്കെ കൊടുക്കും. പിന്നെ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് എല്ലാം വെള്ളം ഈർപ്പം പിടിക്കുന്നതാണ് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. നല്ല പോലെ പൂവുണ്ടാവും. ഇതിൻ്റെ പൂവുണ്ടാവുന്ന റിസൾട്ടൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ വെക്കുന്നത് ഞാൻ ഇവിടെയല്ല വെക്കുന്നത്, അതായത് ഇവിടെ നിന്നാണ് എടുത്തത്, അവിടെ തന്നെ കൊണ്ടുവെക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഓർക്കിഡ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.